നാളെ എത്ര മണിക്കാ യാത്ര? 10 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. 12-ന് കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ്. നീ ആ ഫ്ലൈറ്റിന് പോകുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ. നിനക്ക് എന്നെ വേണോ ജോലി വേണോ? ജോലി. ലാലേട്ടൻ പറയുന്നതേ അനുസരിക്കൂ. ലാലേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതിപ്പോഴും ഇഷ്ടാ. ലാലേട്ടനെ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? എന്നെയോ? അല്ല, മോഹൻലാലിനെ. ആ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ലാലേട്ടൻ തെറ്റിദ്ധരിച്ചു അല്ലേ? സോറി. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. മിസ്റ്റർ, നിങ്ങളെ വിവാഹം ചെയ്യാൻ ഞാൻ അത്രയ്ക്ക് വലിയ വിഡ്ഢിയാണോ? അതിനെന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? ദേ, ഇനി ഇതിന്റെ പേര് കരഞ്ഞോണ്ടിരിക്കല്ലേ. 100 കൂട്ടം പണിയുള്ളതാ. എന്റെ ടിക്കറ്റ് ഓക്കെ ആക്കണം, ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഓക്കെ? കഷ്ടം. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. അച്ഛാ, അവളുടെ ജോലി നഷ്ടപ്പെടണം, അവൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം. അത്രയല്ലേ വേണ്ടൂ. മതി, ധാരാളം മതി. ഞാൻ ദാദാ സാഹിബിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. നന്ദിയൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്തോ വേണം? പറയാം. കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശ് ആര് തരുന്നോ അവരോടൊപ്പം ഞാൻ. കാശൊക്കെ ഞാൻ തരാം. ഇത്രയും കാലം ഞാൻ ഉൾപ്പെടെ എന്റെ മുതുമുത്തച്ഛന്മാരെല്ലാം ആ വീട്ടിലെ ഇലമുറി കാര്യസ്ഥന്മാരായിരുന്നു. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ കൊട്ട് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ മരിക്കുന്നതാണ് നല്ലത്. അത് ഞാൻ ഏറ്റു. എന്നെ കൊല്ലാനോ? അല്ല, രക്ഷിക്കാൻ. ഹലോ, ചെങ്കീരി ദാസപ്പനല്ലേ? അതെ, ഞാൻ വിക്രം ദാദാ. എന്റെ ക്ലോസാ. തന്നെ ക്ലോസ് ആക്കണോ? അയ്യോ, എന്നല്ല, ഞാനൊരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. ഒരു കിഡ്നാപ്പിംഗ്. എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്ക. പറയാം. എയർ ഹോസ്റ്റസ് ആവുക എന്നുള്ള ഒറ്റ അത്യാഗ്രഹം കൊണ്ടാ നുണകളുടെ ഒരു കൂമ്പാരം തന്നെ അവൾ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ നിരത്തിയത്. അതുകൊണ്ട് താറുമാറായതേ നമ്മുടെ 3 പേരുടെയും കുടുംബജീവിതം. ഇപ്പൊ അവള് ജയിച്ചു. നമ്മളൊക്കെ അവളുടെ മുമ്പിൽ വെറും എന്തായാലും അവള് ജോലിക്ക് പോരുത്. സമയത്തിന് എയർപോർട്ടിൽ എത്താനും പാടില്ല. അവൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ടു പോയാൽ മതി. 2-3 ദിവസം കഴിഞ്ഞേ വിടാവൂ. അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടെങ്കിൽ ആടിച്ച് നിരത്തിയേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. ഈ തട്ടിക്കൊണ്ടുപോലും പരിപാടിക്ക് പറ്റിയ ശിഷ്യന്മാരൊക്കെ എന്റെ കയ്യിലുണ്ടെന്നേ. 100% ഞാൻ അവളോടൊപ്പം വണ്ടിയിലുണ്ടാവും. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നെ അടിച്ച് ചമ്മന്തിയാക്കിയിട്ട് വേണം അവളെ കൊണ്ടുപോകാൻ. എന്ന് കരുതി എന്റെ മർമ്മത്തിനിട്ട് താങ്ങരുത്. വെറുതെ ആക്ഷൻ മതി. ഞാൻ തോറ്റു തന്നോളാം. വെറുതെ അയ്യേ, അതല്ല, പുലിപാല് പിടിക്കരുതെന്ന്. അതുകൊണ്ടല്ലേ തന്നെ കൂടെ കൂട്ടാത്തത്. വണ്ടി ഏതാ? KL7B 2332. ക്രീം കളർ അംബാസിഡർ ആണ്. സ്വന്തം വണ്ടിയാ. ഞാൻ എത്ര നാൾ വേണേലും കാത്തിരിക്കാം. നിക്കണ്ട, കാലി കഴിക്കും. എന്റെ സ്വപ്നത്തിലെന്നും ആ പഴയ കുറുന്തോട്ടി ഉണ്ടാവും. ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണേ, അല്ലെങ്കിൽ വാടിപ്പോവും. താങ്ക് യു. മുത്തശ്ശ, മനസ്സുണ്ടായിട്ട് പറഞ്ഞയക്കണല്ല. മോളെ എന്നും ഈ മുത്തച്ഛനെ വിളിക്കണം. സമയം പോണു. നോക്കി നിൽക്കാതെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കടാ. അതെ, അവൻ ഡോക്ടറാ. ചേട്ടന്റെ മോനോട് പറ. എന്റെ മകൻ ഡോക്ടറാ. നീ അവിടെ നിൽക്കാ. എന്നാ ചേട്ടൻ തന്നെ എടുത്ത് വെക്ക. ഞാനോ? ആരും ബുദ്ധിമുട്ടണ്ട. എന്റെ ലാലേട്ട എടുത്തു വെച്ചോളും. ലാലേട്ടാ, ലാലേട്ടാ. മോഹൻലാലിനാണോ വിളിച്ചത്? പെട്ടി എടുത്തു വെക്കാൻ മോഹൻലാൽ വരുവോ? ലാലേട്ടൻ മതി. എടുത്തു വെക്കടോ. വിക്രമ, പെട്ടി എടുത്തു വെക്കേ. താൻ തന്നെ എടുത്തു വെച്ചാൽ മതി. അതാ അതിന്റെ ഒരു സ്റ്റൈൽ. എടാ, ബുദ്ധിയില്ലാത്ത കഴുത ഭാരം ചുമക്കും. ഹലോ, ഒന്ന് വേഗം പെട്രോ, മാവിന് വേദനിക്കൊന്നുമില്ല. ഹലോ, നമസ്കാരം. മാവേ? അതെ അതെ, മാവ് തന്നെയാ. വെട്ടി മുറിക്കല്ലേ? മാറി നിന്നോ, അല്ലെങ്കിൽ തലേ വീഴും. കാമഡി കാമഡി. ചെല്ല് ചെല്ല്. എന്തായാലും വരാനുള്ളത് വഴി തങ്ങൊന്നുമില്ലല്ലോ. വാ വാ വാ. അയ്യോ,
മിസ്റ്റർ അല്ല നിങ്ങൾ അത് എന്ത് പണിയായി കാണിച്ചേ? ഈശ്വര ഒന്ന് മാറിയിരുന്നെങ്കിൽ. ഒന്ന് മാറിയിരുന്നേ മാവ് ഇവിടെ തന്നെ ചെലവായി പോയനെ. അല്ല കാത്ത്. അല്ല അത് മാഡത്തിന് ജോലിക്ക് പോകണ്ടല്ലോ, കാരണം മുമ്പിലേക്കാണ് കൊമ്പ് കുറിച്ചിരുന്നത്. അത് മുകളിലിരിക്കുന്ന ഒരുത്തന്റെ കൈ കിടക്കുന്ന കാര്യല്ലേ? സോറി മാഡം, 1 മണിക്കൂർ സമയം തന്നാൽ മതി, അതിനുള്ള ഞാനൊക്കെ വെട്ടിമുറിച്ച് ക്ലിയർ ആക്കി തരാം. 1 മണിക്കൂറോ? അപ്പോഴേക്കും എന്റെ ഫ്ലൈറ്റ് പോവും. ഓ ടാക്സി വിളിക്കേ. പോയി വിളിക്കടാ. പോയി വിളിക്കടാ. നീ പോയി വിളിക്ക്. അയ്യോ ടാക്സി വിളിക്കണ്ട, സമയം ഒരുപാട് വല്ലേ വിക്രമാ. എനിക്ക് ടാക്സി വേണ്ട, ഞാൻ ആ ജീപ്പിൽ പൊക്കോളാം. അത് എന്റെ ജീപ്പാ. പോയ എല്ലാ പ്ലാനും തെറ്റി. അയ്യോ അയ്യോ ജീവി പോണ്ട, അത് ശരിയാവൂല. എന്താ ശരിയാവാത്തെ? എനിക്ക് ജീപ്പ് മതി. വണ്ടിയുടെ താൻ ചെയ്ത കുറ്റല്ലേ? അത് ശരിയാ, ഒരു പ്രായച്ചിത്തം ആവട്ടെ. പോയാ ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാൻ, എന്നിട്ട് താനും വാ 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 വാ. ഹലോ, ചെങ്കിൽ ദാദയല്ലേ? ഞാൻ വിക്രം ദാദയാണ്. ഞാൻ ലാലനാ. അതെ, വണ്ടി മാറി, അവള് ജീപ്പിലാ വരുന്നേ. ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ 2 പേരും കൂടിയുണ്ട്. 2 എണ്ണത്തിനെ തല്ലി നിരത്തിയേക്ക്, ശത്രുക്കളാ. വണ്ടി നിർത്തുക. എന്തായാലും മോള് ഇവനോടൊപ്പം ഒറ്റയ്ക്ക് പോണ്ട. കാരണം ഞാനിപ്പോ ഡീസന്റാ. ലാലാ, Yes. ഇവിടെ വക്കീലേ, ദാ വരുന്നേ. കോയ ഇങ്ങോട്ട് ഇറങ്ങുക. ഇറങ്ങടോ. താൻ അങ്ങോട്ട് കേറുക. അല്ല, ഞാൻ പോയാൽ ശരിയാവൂല അല്ലേ വിക്രമ? അതെ അതെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും. വഷളത്തരം പറയാതെ കേറോ അങ്ങോട്ട്. അല്ല, വിക്രമൻ കൂടെ വരട്ടെ. അക്രമം കാണിക്കരുത്. ഈ വക സാധനങ്ങളൊന്നും കൊണ്ടുപോണ്ട. അങ്ങോട്ട് കേറോ. അല്ല, മുത്തശ്ശ. അങ്ങോട്ട് കേറോ. ഇത് കേറോ. വിക്രമ 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 എല്ലാം ദൈവനിശ്ചയം. വിക്രമ. അയ്യോ വിക്രമ. ഒന്ന് വേഗം കുടിക്കും മണിയേട്ടാ, വൈകുന്നേരത്തിന് മുമ്പ് കാസർഗോഡ് എത്തേണ്ടതാ. ചായ 168. എടോ, ചായ 168. അതായത് ചായ 168. ഓ, ഇവിടെ തന്നെ വണ്ടി എടുത്ത്. കമോൺ. വണ്ടിയിലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നിങ്ങൾ ലേശം കൂടി മുമ്പോട്ട് പോയിട്ട് വണ്ടി തടയണം. പിന്നെ മേലോട്ടും കീഴോട്ടും നോക്കാതെ, മേലും നോവാതെ അടി കൊടുക്കണം. അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല 1ാം അടിയായിരിക്കണം കേട്ടോ, നല്ല ബെസ്റ്റ് അടി. പിന്നെ അവന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത്. അതെ ഉവേ, ഇതിനിടയ്ക്ക് പെണ്ണിനെ പൊക്കി തരണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിരിഞ്ഞോക്കോ. കർത്താവേ, നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠൻ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ നീ, എന്റെ കർത്താവേ മാമ്പഴമാകട്ടെ നീ, എന്റെ ഈശോയേ മാമ്പഴമാകട്ടെ നീ.